ആദ്യത്തെ അധർ പ്രൊഡ്യൂസ് ചെയ്ത ദുരന്തർ കണ്ടു. അയാൾ അങ്ങനെയുള്ള പേരാണെന്നാണ്. ലുലുവിൽ പോയി OD1 ഇന്നലെ പോയി കണ്ടു. നല്ല റിവ്യൂ ഇടാൻ പറ്റിയില്ല. അഭിനയിച്ചിരിക്കുന്നത് രൺവീർ സിംഗ്, സാർ അർജുൻ, അർജുൻ റാംപാൽ, ആർ മാധവൻ, പിന്നെ നമ്മുടെ മെയിൻ അക്ഷയ് ഖന്ന പറയുന്നില്ല, പൊളിയാണ്. ആ സ്വാഗ് എന്താ, ഏതാ ലെവൽ. ആ കുറേ ഒരു സീനിൽ ഇങ്ങനെ നടന്നു വരുന്ന സീനുണ്ട്, ഒരു സ്ഥലത്തേക്ക് ഒരു എൻട്രിയാണ്. ആ ഒരു എൻട്രി സ്കോറും ആ കൊടുത്തേക്കുന്ന സ്കോറൊക്കെ ചുമ്മാ പൊളി, ഐക്കോണിക് സാധനം കൊടുത്തേക്കണേ. അത് അടിപൊളിയാണ്. അപ്പം ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ദുരന്തർ എന്താണ്, അതെന്താ കാര്യം, അതെന്താന്നൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാനൊന്നും പറയുന്നില്ല. പടം അടിപൊളി പടമാണ്, നല്ല സൂപ്പർ പടമാണ്. ആക്ഷൻ ഇതിൻ്റെ എല്ലാം അടിപൊളിയാണ്. ഇത് ശരിക്കും ഒരു റിയൽ സ്റ്റോറിയാണെന്ന് പറയാം, ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി. അപ്പോൾ ഇതിനകത്ത് ഇവർ ഈ പാകിസ്ഥാൻകാർ കുറേ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ. അതിൻ്റെ കുറേയൊക്കെ റിയൽ ഫുട്ടേജും ഈ നമ്മുടെ സിനിമയുടെ ഇടയ്ക്ക് ഈ റിയൽ ഫുട്ടേജും റിയൽ ഓഡിയോ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു ചെയ്തേക്കണത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു സീൻ റെഡ് കാണും, ഒരു റെഡ് ഫുള്ളും ആ സ്ക്രീൻ മൊത്തം റെഡാക്കിയിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കത് ആ ഒരു എന്താ സംഭവം, ആ ഇൻറ്റൻസിറ്റി, ആ സീനിൻ്റെ ഒരു എന്താ നടന്ന കാര്യങ്ങളാണ്, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു സംസാരമാണ് കാണിക്കുന്നത്, കേൾപ്പിക്കുന്നത് നമ്മളെ ഫുള്ള് റെഡ് സ്ക്രീനായിട്ട്. അതിൻ്റെ നമുക്കത് ശരിക്കും അത് മനസ്സിലാവും കണ്ടു കഴിയുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ രൺവീറിൻ്റെ ഒരു ജേണിയാണ് ഇതിനകത്ത്. ഫുൾ പാകിസ്ഥാൻ അവന്മാരുടെ ആ സ്ഥലങ്ങൾ എങ്ങനെ ഫുള്ള് പാകിസ്ഥാൻ കാണിച്ചേക്കണേ. അതെ, അവന്മാർ എവിടെ പോയി ഷൂട്ട് ചെയ്തെന്ന് എനിക്കറിയാൻ. അങ്ങനെ റൊമാൻറ്റിക് സീനൊന്നും അധികമൊന്നുമില്ല, എന്നാലും ഉണ്ട്, കുറച്ചുണ്ട്. പക്ഷേ അതില്ലെങ്കിലും പടത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അതില്ലെങ്കിലും പടം 3.25 മണിക്കൂറുണ്ട്. പക്ഷെ അതൊന്നും ഫീൽ ചെയ്തില്ല നമുക്ക്. 3.25 മണിക്കൂർ പടമുണ്ട്. ഇനി അടുത്ത പാർട്ട് ഷൂട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അടുത്ത മാർച്ച് 19 കണ്ട് ഇറങ്ങാൻ പോവുക. ഒരേ ഒരു സങ്കടമുള്ളൂ, ഈ ട്രെയിലറിൽ കാണിച്ചേക്കണ പകുതി കാര്യങ്ങളും ആ അടുത്ത പടത്തിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ അതൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് അത് മൊത്തം സെക്കൻഡ് പാർട്ടിൽ അടുത്തതിലുള്ളത്. അത് ചുമ്മാ ഒരുമാതിരി പരിപാടിയായി പോയി, ശോകമായി പോയി. അത് വേണ്ടായിരുന്നു. നമ്മളതൊക്കെ കാണാൻ പോയിട്ട് അതൊക്കെ ഇനി അടുത്ത പാട്ടിലാണ്, നിങ്ങൾ അതിന് കണ്ടേ പറ്റുള്ളൂ. അങ്ങനെ അത് വേണ്ടായിരുന്നു. നമ്മൾ ആ ട്രെയിലർ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നി. പടം അടിപൊളിയാണ്. എല്ലാവരും അർജുൻ റാംപാലൊക്കെ ചുമ്മാ കൊടൂരമില്ലൻ. മാധവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചുമ്മാ തീയാണ്. നമ്മൾ ഡോൾബി അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇങ്ങനെ പടയ്ക്കുമ്പോൾ അടിപൊളി സാധനമാണ്. നമ്മൾ ഇങ്ങനെ നമുക്കിങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റില്ല സ്ക്രീനിൽ, സീറ്റിൽ. കാരണം അടിപൊളി പടമാണ്. ഞാനും അത്യാവശ്യം എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് ക്ലൈമാക്സ് അത്ര ഒന്നുമില്ല. എനിക്ക് ട്രെയിലർ കാണിച്ച കാര്യങ്ങൾ മിക്കതും ഇല്ലയെന്ന് അറിയുമ്പോൾ ഒരു സങ്കടം. അങ്ങനെ ഇറങ്ങേണ്ടി വന്നു. ക്ലൈമാക്സ് വരെയെങ്കിൽ അടിപൊളിയായിട്ട് തോന്നി, പക്ഷേ ക്ലൈമാക്സ് കുറച്ച് ശോകമായി തോന്നി. എന്തായാലും സെക്കൻഡ് പാർട്ടിലാണ്. സെക്കൻഡ് പാർട്ട് ഇത് ചുമ്മാ ട്രെയിലറാന്ന് പറഞ്ഞ് വെച്ചേക്കണേ. സെക്കൻഡ് പാർട്ട് ചുമ്മാ വേറെ ലെവലായിരിക്കും. എന്താരാവോ. അതിന് സെക്കൻഡ് ഹാഫിന് കുറച്ച് സീൻസൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഓടിച്ചിങ്ങനെ കട്ട് ചെയ്ത് പടപടപടയെന്ന് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അടുത്ത പടത്തിൽ ഫുള്ള് വയലൻസും കാര്യങ്ങളൊക്കെയാണ്, കണ്ടറിയാം. അത് മാർച്ച് 19 ഇറങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയാണ്, നല്ലൊരു പടമാണ്. അത് ഇവിടെ ഒന്നുമില്ല, നമ്മൾ എറണാകുളത്ത് പോയി കണ്ടാലേ പടമുള്ളൂ. പിന്നെ സിനിമ പ്രാന്തൻ എന്ന നിലയ്ക്ക് പോയി കണ്ടു, അടിപൊളിയാണ്. അപ്പം അതാണ് എൻ്റെ റിവ്യൂ.